നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെ കൊട്ടിഘോഷിച്ച് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പെന്റാവാലന്റ് കുത്തിവയ്പും വിവാദത്തിലേക്ക്. പ്രതിരോധ മരുന്നുകൾ ഒരുമിച്ച് നൽകുന്നത് ഫലപ്രദമല്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ. കേരളം മുൻകൂട്ടി പദ്ധതി നടപ്പിലാക്കിയത് മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്ന്. മുല്ലപ്പെരിയാർ വിഷയത്തെ ചൊല്ലി അയൽ സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം മുറുകുന്നു. സംസ്ഥാന അതിർത്തിയിൽ വാഹനങ്ങൾക്കു നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ കണക്കിലെടുത്ത് വിദ്യാലയങ്ങളിൽ വിനോദയാത്രകൾ വേണ്ടെന്ന് വെച്ചു. ന്യൂ അമരമ്പലം സംരക്ഷിത വനമേഖലയിൽ തീവ്രവാദി സാന്നിധ്യമുണ്ടെന്ന് സൂചനയുടെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വനമേഖലയോട് ചേർന്നുള്ള കർഷകരുടെ പ്രത്യേക യോഗം ചേർന്നു. ജാതി തിരിച്ചുള്ള കുടുംബങ്ങളുടെ വിവരശേഖരണ ചുമതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക്. ജനുവരിയിൽ നടക്കുന്ന സർവേ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് അധ്യാപക സംഘടനകൾ. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ ശിശുക്കൾക്കായി ഏർപ്പെടുത്തിയ പെന്റാവാലന്റ് കുത്തിവയ്പും വിവാദത്തിലേക്ക്. പ്രതിരോധ മരുന്നുകൾ ഒരുമിച്ച് നൽകുന്നത് ഫലപ്രദമല്ലെന്ന് കാണിച്ച് നിരവധി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പെന്റാവാലന്റ് കുത്തിവയ്പിനായി നിയമയുദ്ധം നടത്തുമ്പോൾ മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കുട്ടികളിൽ കുത്തിവയ്പ് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങിയതെന്നും ആക്ഷേപമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കുട്ടികളിൽ പെന്റാവാലന്റ് പരീക്ഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചതിനെതിരെ വയനാട് ആസ്ഥാനമായ ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനമാണ് രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്ന പ്രതിരോധ മരുന്നുകളുടെ കൂട്ടത്തിൽ ഇമോഫിലക്സ് ഇൻഫ്ലുവൻസ വാക്സിൻ ബി കൂടി ഉൾപ്പെടുത്തി പ്രതിരോധ മരുന്നുകൾ ഒരുമിച്ച് നൽകാനുള്ള സർക്കാർ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രതിരോധ മരുന്നുകൾ ഒരുമിച്ച് നൽകുന്ന ഫലപ്രദമല്ലെന്ന് കണ്ട് പല രാജ്യങ്ങളും ഈ പദ്ധതി പിൻവലിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, വാക്സിൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട പരിശോധനകളോ പഠനങ്ങളോ ഒന്നും നടത്താതെയാണ് ഹെബി വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാർശ്വഫലങ്ങളുള്ളതാണ് ഈ വാക്സിൻ എന്ന് നിരവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മരുന്ന് കമ്പനികളുടെയും ഗ്യാബി, ബിൽഗേറ്റ് ട്രസ്റ്റ്, WHO തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെന്റാവാലന്റ് വാക്സിൻ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടത്. 3 വർഷത്തേക്കുള്ള ഈ വാക്സിൻ കുത്തിവെക്കാൻ 765 കോടിയാണ് ഗാവി വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്നും ആരോഗ്യ പ്രവർത്തകർ ആരോപിക്കുന്നു. പെന്റാവാലന്റ് വാക്സിൻ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന NTTAGA മീറ്റിംഗിൽ തന്നെ ഇതിനെതിരായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് കണക്കിലെടുത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പെന്റാവാലന്റ് പദ്ധതി നടപ്പാക്കാനാണ് NTAGI ശുപാർശ ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായ KB സക്സേന, ഡോക്ടർ ജേക്കബ് M പുളിയേൽ, ഡോക്ടർ NJ കുര്യൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രശസ്തരായ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പെന്റാവാലന്റ് വാക്സിൻ നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെയാണ് തിരക്ക് പിടിച്ച് കേരള സർക്കാർ ഇന്നലെ മുതൽ കേരളത്തിൽ പെന്റാവാലന്റ് വാക്സിൻ നടപ്പാക്കുന്നതെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. ഡൽഹിയിൽ ഇതിനെതിരെ നിയമയുക്തവും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ മുള്ളറ ചേരി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത കരാറുകാരന്റെ നടപടിക്കെതിരെ മുള്ളറ ചേരിപ്പാലം നിവാസികൾ ജനകീയ കൂട്ടായ്മയുമായി രംഗത്ത്. അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ജനകീയ കൂട്ടായ്മ. വർഷങ്ങൾക്ക് മുമ്പ് ചേരി പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് 3,70,000 രൂപ പാലത്തിനായി മാറ്റിവെച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം പണി പൂർത്തിയാക്കാതെ അധികൃതർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്ത് വരുന്നത്. ഞങ്ങളോട് കാണിക്കുന്ന മുള്ളറ ചേരി നിവാസികളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഇവിടുത്തെ സംഘാടക സമിതി ഇന്നലെ കമ്മിറ്റി ചേരുകയും അതിൻ്റെ ഫലമായി 23/12/2011 വെള്ളിയാഴ്ച 10 മണി മുതൽ അനിശ്ചിതകാലം കുത്തിയിരിപ്പ് സത്യാഗ്രഹം 10 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ നടത്താനും സംഘാടക സമിതി ചേർന്ന് തീരുമാനമായിട്ടുണ്ട്. പാലത്തിന്റെ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മുകളിൽ സ്ലാബ് നിർമ്മിക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. ചുമരുകൾക്ക് മീതെ തെങ്ങുകൾ കൂട്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ കാൽനടയാത്രയ്ക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. മലപ്പുറത്തിന്റെ കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ചേരി പ്രദേശം. അധികൃതരുടെ അനാവസ്ഥ മൂലം ഇവിടേക്കുള്ള വാഹന ഗതാഗതം പോലും നിലച്ച സ്ഥിതിയാണുള്ളത്. പാലത്തിന്റെ പ്രവൃത്തി നീളുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. പാലം പ്രവൃത്തിയുടെ 23-ാം തീയതിക്ക് മുമ്പായി പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതായി ചേരി പാലം സമിതി കൺവീനർ അഫ്സൽ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. പാലാങ്കര കുടുംബശ്രീയുടെയും അയൽക്കൂട്ടങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും വിളവെടുപ്പ് മഹോത്സവവും സംഘടിപ്പിച്ചു. പാലാങ്കര സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു.
പാലാങ്കര കുടുംബശ്രീ SHGയും കൃപ ലുലു അയൽക്കൂട്ടങ്ങളും സംയുക്തമായാണ് സെമിനാറും വിളവെടുപ്പ് മഹോത്സവവും സംഘടിപ്പിച്ചത്. വിളവെടുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി വർഗീസ് നിർവഹിച്ചു. സെമിനാറിൽ നിലമ്പൂർ BDO TP ഷൌക്കത്തലി, മൂത്തേടം കൃഷി ഓഫീസർ TC ഷീന, നിലമ്പൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA പീറ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം മിൻസി എബ്രഹാം, BEO G അരുൺ, CDS ചെയർപേഴ്സൺ സഫിയ, ജസീല, ലിജു, ഫാദർ ജോർജ് മത്തനാട്ട് എന്നിവർ സംസാരിച്ചു. വിവിധ രേഖകളും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയ്ക്ക് സമീപം തൊഴിലുറപ്പ് പ്രവർത്തകരാണ് ബാഗ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പ്രവർത്തിക്കിറങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരായ സ്ത്രീകളാണ് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ അരിക് വൃത്തിയാക്കുന്നതിനിടയിൽ കോട്ടപ്പുഴ പാലത്തിനും പന്നിക്കോട്ടുമുണ്ടയ്ക്കും ഇടയിലും ബാഗ് കണ്ടെത്തിയത്. തുടർന്ന് സ്ത്രീകൾ പ്രദേശവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്നും 2 ഐഡന്റിറ്റി കാർഡുകളും ഒരു സിം കാർഡോട് കൂടിയ മൊബൈൽ ഫോണും ഒരു വാച്ചും സ്ത്രീകളുടെ 2 ഫോട്ടോയും ഗ്യാസ് കണക്ഷൻ ബുക്കും കണ്ടെത്തി. നിലമ്പൂർ സ്വദേശികളായ സൈന, റംലത്ത് എന്നിവരുടെ ഐഡന്റിറ്റി കാർഡുകളാണ് ഇതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. കാളികാവ് പോലീസ് രേഖകളടങ്ങിയ ബാഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. കരുളായി PHCയിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്ന് DYFI വരക്കുളം യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പ്രതിമാസം ശമ്പളം പഞ്ചായത്തിൽ നിന്നും നൽകിയാണ് ഡോക്ടറെ നിലനിർത്തി പോന്നിരുന്നതെന്നും എന്നാൽ ദിനംപ്രതി 100 കണക്കിന് രോഗികൾ എത്തുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ഇല്ലാത്തത് കാരണം രോഗികൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ MT ഷെരീഫിനെ സെക്രട്ടറിയായും പ്രസിഡന്റായി KK മഹേഷിനെയും ട്രഷററായി MA ആർഷാദിനെയും തെരഞ്ഞെടുത്തു. ഇനിയൊരു ഇടവേള.